ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടക്കുറുമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മളെ പത്തിരിക്കും പൊറാട്ടയ്ക്കും അപ്പത്തുക്കും നൂലപ്പത്തുക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകാണ് ഇടുന്നത്. ഇതിൽ നമ്മൾ തീരെ മുളക് പൊടി യൂസ് ചെയ്യണില്ല കേട്ടോ. പച്ചമുളകിൻ്റെ എരിവാണ് ഉള്ളത്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരുപാട് മെനക്കെടൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ് നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ തന്നെ തക്കാളി നല്ലോണം ഒന്ന് വഴറ്റി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഗരം മസാല പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്പൈസസും 1-2 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പൊടികളൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെ ഒക്കെ ഒരു കുത്തനൊരു സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് നല്ലൊരു സ്മെല്ലായിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് ചൂടാറാൻ വെക്കണം കേട്ടോ. അപ്പോൾ എനിക്കിത് ചൂടാറാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെയാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ അരച്ച് വഴറ്റിയെടുത്തിട്ടുള്ള മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടിയോളം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വഴറ്റുമ്പോൾ ഒന്നും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ വഴറ്റുമ്പോൾ ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റിയിട്ടുള്ള ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കുഞ്ഞുള്ളി ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കുറുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലും തൂമിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതാ ഞാനൊരു 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ തൂമിച്ചെടുക്കുക. എനിക്ക് നെയ്യിനെക്കാട്ടി ഒന്നുകൂടെ ഇഷ്ടം വെളിച്ചെണ്ണയിൽ തൂമിച്ചെടുക്കുമ്പോഴാട്ടെ ഈ കുറുമൊക്കെ ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കത് വേവിച്ചെടുക്കാനൊന്നുമില്ല, നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നേരെ ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിത് ഒന്നാമത് വഴറ്റിയെടുത്തിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ആ ഗ്രേവിയിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാവണേലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ ഇതിൽ ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ നോമ്പിന് എല്ലാവരും വിചാരിക്കും നോമ്പില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാനിത് നോമ്പ് തുറന്നതിന് ശേഷമാണ് കേട്ടോ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ അതാ ഞാനിതിലേക്ക് കോഴിമുട്ട ഒന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മസാലകളൊക്കെ നല്ലോണം കോഴിമുട്ടൻ്റെ ഉള്ളിലേക്കും കൂടി പിടിക്കുക. അപ്പോൾ കോഴിമുട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ.
അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങൻ്റെ 1/4 പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് 2-3 പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 1/4 പാൽ മാത്രം ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലർക്ക് ഒരുപാട് കുറുന്നനുള്ള കറിക്കാരും ഇഷ്ടം. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കറി കഴിക്കാനും നല്ലത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കരുത്, ഫ്ലെയിം ഓഫ് ആക്കട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും മറക്കണ്ട. ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറ തിരൂർ.